ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ക്ലാസ്മേറ്റ്സ്. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു സന്തോഷകരമായ വാർത്ത പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇന്നലെ നിങ്ങൾക്ക് 2024 അല്ലെ ജൂൺ 24 CGLന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എത്രയാണ്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറെ ഡൗട്ടുകളുമായിട്ട് കുറെ കുട്ടികൾ നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം വാക്ക് പാലിക്കുന്നുള്ളതിന് SSC ഒരിക്കൽ കൂടി നമ്മളോട് കൃത്യത കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് ടെന്റേറ്റീവ് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. കറക്റ്റ് ടെന്റേറ്റീവ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് 24 ജൂണിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാ മക്കളെ നോക്കിയേ, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 24, സ്ക്രീനിൽ നോക്കിക്കോ, 24/6/2024 മുതൽ 24/7 ജൂലൈ 24 വരെയാണ്, 2024 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. വൈകിട്ട് രാത്രി 11 മണി വരെ, 23 മണിക്കൂർ, 23 രാത്രി 11 മണി വരെ. ലാസ്റ്റിലേക്ക് ഒന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടെന്റേറ്റീവ് ഡേറ്റുകൾ എപ്പോഴാണെന്നല്ലേ, ഫസ്റ്റ് സ്റ്റേജ് രണ്ട് സ്റ്റേജ് എക്സാംസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 2 സ്റ്റേജ് എക്സാംസിൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാംസ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരുന്നുണ്ട് ഈ കൊല്ലം തന്നെ. അതേപോലെ സെക്കൻഡ് സ്റ്റേജ് എക്സാം അതിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസംബറിൽ തന്നെ സെക്കൻഡ് സ്റ്റേജ് വരുന്നുണ്ട്. ഏകദേശം ജനുവരിയോട് കൂടിയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയും. അപ്പൊ അടുത്ത കൊല്ലം ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ജോലി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാംസ് സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്, ഡിഗ്രി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് കുറെ പോസ്റ്റുകൾ കാണുന്നുണ്ട്, ഇവിടെ കുറെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. ഏതാണ് പേ ലെവൽ അല്ലെ, 44,900 മുതൽ 1,42,000 വരെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകളുടെ സാലറീസ് പേയിൽ വരുന്നത്. അതിൽ ഗ്രൂപ്പ് ബി ആണ് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത്. അതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ആ 30 വയസ്സ് പ്ലസ് OBC ആണെങ്കിൽ 3 കൊല്ലം പറ്റും, SC ST ആണെങ്കിൽ എന്ത് കൊല്ലം പറ്റുന്നുണ്ട്, 5 കൊല്ലം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. നിങ്ങൾ ഡീറ്റെയിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഞാൻ എല്ലാ പോസ്റ്റുകളും ഇവിടെ വായിക്കുന്നില്ല. കുറെ ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, സെൻട്രൽ സെക്രട്ടറി സർവീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് അല്ലെ. പേ ലെവൽ 6 നോക്കിയാൽ പേ ലെവൽ 6 തന്നെ ഏകദേശം 35,000 മുതൽ 1,12,000 വരെ പോസ്റ്റ് ഉണ്ട് അല്ലെ. അതും ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരുപാട് CBI, അതേപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകൾ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA ഒക്കെ വരുന്ന, MHA, അതേപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, എല്ലാത്തിലും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് അല്ലെ. ഇനി എത്ര വേക്കൻസീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ എന്താണ് പേ സ്കെയിൽ 5 അല്ലെ, പേ ലെവൽ 5 ഏകദേശം 29,000 മുതൽ 92,000 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. അതിന്റെ തന്നെ ഗ്രൂപ്പ് C പോസ്റ്റ് ആണ് കേട്ടോ. അതിൽ പക്ഷേ ഏജ് ലിമിറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളൂ. OBC ആണെങ്കിൽ +3 ഇയേഴ്സ്, SC ST ആണെങ്കിൽ +5 ഇയേഴ്സ്. അതിന്റെ കുറെ അക്കൗണ്ടന്റ്, ഓഡിറ്റർ പോസ്റ്റുകളാണ് കൂടുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വരുന്നത്. അതേപോലെ എന്തിനാണ് പേ സ്കെയിൽ 4 എന്ന് പറയുന്നത് 25,000 മുതൽ 81,000. ഇത് ബേസിക് പേ ആണ്, പ്ലസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. പേ ലെവൽ 4 എന്ന് പറയുന്നത് അതും ഗ്രൂപ്പ് C ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് 27 വയസ്സ് വരെയാണ്. പക്ഷെ ഏറ്റവും മാക്സിമം ഉള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ചില ഒരു പോസ്റ്റിന് മാത്രം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ 32 വയസ്സ് വരെ പറ്റുന്നുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസ് സബ് ഇൻസ്പെക്ടർ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ആയിരുന്നു നമ്മുടെ എന്തിൽ വരുന്നത്, പേ ലെവൽ 4 വരുന്നത്. അപ്പം ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള CGL ഏറ്റവും നല്ല മാർക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരൊക്കെ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ, നമ്മുടെ എന്താണ് എക്സ്റ്റേണൽ അഫയേഴ്സും അങ്ങനത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ആയിരിക്കും മാക്സിമം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, ഹൈ പോസ്റ്റ് അല്ലെങ്കിൽ ഹൈ കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യാം, വാങ്ങാൻ തന്നെ നോക്കാം. ഇനി നമുക്ക് വേക്കൻസി നോക്കാം. ഏകദേശം ടെന്റേറ്റീവ് വേക്കൻസി നോക്കിക്കേ, നമ്മുടെ കേരള PSC പോലും നല്ല ടെന്റേറ്റീവ് വേക്കൻസി വരുന്നത് ഏകദേശം 17,727 വേക്കൻസിയാണ് വരുന്നത്. ടെന്റേറ്റീവ് ആണ്, അത് വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മുമ്പ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, റെയിൽവേയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലോക്കോ പൈലറ്റിന്റെ വേക്കൻസി 5,000 ആയിരുന്നു. അത് ഒറ്റയടിക്ക് എത്ര വരെ കൂട്ടിയിട്ടുണ്ട്, 18,000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 4 to 5 മടങ്ങ് വരെയാണ് വർധന വന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോഴുള്ള വേക്കൻസിയാണ് 17,000 പറയുന്നത്. നല്ലതുപോലെ വേക്കൻസി എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇൻക്രീസ് ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഏജ് ലിമിറ്റിന്റെ ഒരു സംഭവം ഞാൻ ഇവിടെ കൊടുക്കാം. ഏകദേശം നിങ്ങൾ
30 വയസ്സാണ് ബേസിക് ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. അത് OBC ആണെങ്കിൽ 3 കൊല്ലം, SC/ST ആണെങ്കിൽ 5 കൊല്ലം, അതേപോലെ എന്താണ് അൺറിസർവ്ഡ് അല്ലെ ഹാൻഡിക്യാപ്ഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 കൊല്ലം, OBC ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 13 കൊല്ലം, SC/ST ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അംഗവൈകല്യം ഉള്ളവർക്ക് 15 കൊല്ലം വരെ പറ്റുന്നുണ്ട്. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 3 കൊല്ലം അതിനെ ബേസ് ചെയ്തിട്ടുള്ള മിലിറ്ററി സർവീസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് പേഴ്സണ് 3 ഇയേഴ്സിന്, ഡിഫൻസ് പേഴ്സൺസ് ഡിസേബിൾഡ് പേഴ്സൺസിനാണെങ്കിൽ 8 കൊല്ലം വരെ ഏജ് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പൊ അതിന്റെ നമ്മുടെ വിഡോയും അതേപോലെ ഡിവോഴ്സ്ഡ് വുമൻസ് ഒക്കെ ഏജ് ലിമിറ്റിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ട്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഓക്കെ, പിന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എന്താണ്, ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇത്. എനിക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലെ. ഈ ഇവിടെ തന്നെ നോക്കിയേ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു നോക്കിയേ. അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു പോസ്റ്റ് ഒഴിച്ച് 2 പോസ്റ്റ് ഒഴിച്ച് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി വേണം. അതിനൊപ്പം തന്നെ +2 മാത്സിൽ 60% മാർക്ക് വേണം. ഓക്കെ ആണല്ലോ. ഇല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയിൽ എന്തിനു പഠിച്ചിരിക്കണം? സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്ട് ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അതിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കിയുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഡിഗ്രിയാണ്. ബേസിക് ഡിഗ്രിയുള്ള എല്ലാവർക്കും ബാക്കി എല്ലാ പോസ്റ്റുകളും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിൽ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ്, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ പറ്റുന്നതാണ് നമ്മുടെ SSC പറയുന്നത്. SSC ഏകദേശം പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2024 അല്ലെ. ഓഗസ്റ്റ് 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് വേണം? എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എക്വയർ ചെയ്തിരിക്കണം. 1/8/2024 നിങ്ങൾക്ക് എന്തുണ്ടാവണം? എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ എക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാംസ് നിങ്ങൾക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയാണ്. വുമൻസും അതേപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ളവർക്ക് എന്തില്ല ആപ്ലിക്കേഷൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് UPI ആയിട്ടോ നെറ്റ് ബാങ്കിങ് ആയിട്ടോ ചെലാനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അടയ്ക്കാനുള്ള അവസാന തീയതി 25/7/2024 ആണ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ട് ഏത് സോണിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. നിങ്ങൾക്ക് ഏകദേശം 9ഓളം സോണുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ കേരള റീജിയൻസിൽ പറയുന്നത് കേരള, കർണാടക റീജിയൻസ് ആയിരിക്കും മെജോറിറ്റി ആളുകൾ അപ്ലൈ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും സദേൺ റീജിയൻസിൽ ആന്ധ്ര, പോണ്ടിച്ചേരി, തമിഴ്നാട്, തെലുങ്കാന റീജിയൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഏതാണോ റീജിയൻ ആവശ്യമുള്ളത് അവിടേക്ക് അപ്ലൈ ചെയ്യാം. മോസ്റ്റ് പ്രോബബിളി നിങ്ങൾക്ക് റീജിയൻസ് കേരള, കർണാടക റീജിയൻസ് അപ്ലൈ ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ സ്കീം ഓഫ് എക്സാംസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സ്റ്റേജ് എക്സാംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 സ്റ്റേജ് പഠിക്കാനുണ്ട്. 2 സ്റ്റേജ് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്കൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നോക്കിയാൽ നമുക്ക് സാധാരണ പോലത്തെ ടോപ്പിക്കുകൾ തന്നെയാണ്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും, ജനറൽ ഇന്റലിജൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ റീസണിംഗ് ഉണ്ടാകും, ജനറൽ അവയർനെസ്, GK പ്ലസ് GS അല്ലെ. പിന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഇംഗ്ലീഷ് കൂടി ഉണ്ടാവുന്നുണ്ട്. അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ആണ് വരുന്നത്. മാക്സിമം മാർക്ക് 50 ആണ്. 1 മണിക്കൂറാണ് എക്സാംസ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.5 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജില്. സെക്കൻഡ് സ്റ്റേജിൽ ക്വാളിഫൈ ചെയ്തവർക്ക് സെക്ഷൻ ആയിട്ടാണ് പേപ്പർ 1ഉം പേപ്പർ 2. സെക്ഷൻ 1 അല്ലെങ്കിൽ പേപ്പർ 1 ഉണ്ട്, അതിൽ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നിന്ന് സ്ക്രീനിൽ നോക്കിയാൽ മതി. സെക്ഷൻ 1ൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് 1 മണിക്കൂറാണ് എക്സാംസ്. അതിന്റെ മാത്സ് ഉണ്ട്, അതേപോലെ റീസണിംഗ് ഉണ്ട്. 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക്, ഏകദേശം 150 മാർക്ക്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ വരുന്നത്. സെക്കൻഡ് സെക്ഷൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷും അതേപോലെ ജനറൽ അവയർനെസ് GK പ്ലസ് GS ആണ് ഉണ്ടാവുന്നത്. അതിൽ ഇംഗ്ലീഷിൽ 45 ക്വസ്റ്റ്യനും GS 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ്, 210 മാർക്കാണ് വരുന്നത്. പിന്നുള്ളത് ഒരു ക്വാളിഫയിങ് എക്സാംസ് ആണ്. അതായത് നമ്മുടെ സെക്ഷൻ 3 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നോളജ് ആണ്. 20 മാർക്സ് ആണ് വരുന്നത്. 20 × 3 60 മാർക്സ്. അതേപോലെ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡാറ്റ, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതൊരു 15 മിനിറ്റ് ആണ് വരുന്നത്. 15 മിനിറ്റ് ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ സെക്കൻഡ് പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ ഉണ്ട്, അത് അപ്ലൈ ചെയ്യുന്നവർക്കാണ് പേപ്പർ 2 വരുന്നത്. പേപ്പർ 2ൽ 100 മാർക്ക് കംപ്ലീറ്റ് എന്തായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും വരുന്നത്. അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ +2ൽ മാത്സ് 60% ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്ട് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. അതിന്റെ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിന്റെ കൂടുതൽ ഫുൾ നോട്ടിഫിക്കേഷൻസ് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോ നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കുക, നിങ്ങൾ എന്ത് കൂടി എടുത്തു വെക്കുക, നിങ്ങൾ OBC അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അതിന്റെ മീൻസ് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ എടുത്തു വെക്കുക. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കരുത്, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അധികം ഡിലേ ചെയ്യരുത്. അടുത്ത മാസം വരെ അപ്ലൈ ചെയ്യാൻ ടൈം ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അവസാനത്തേക്ക് നമ്മുടെ SSC സൈറ്റുകൾ എപ്പോഴും എന്താവാറുണ്ട്, ജാം ആവാറുണ്ട്. എന്നിട്ട് അധികം റിലാക്സേഷൻ ടൈമുകളൊക്കെ കൊടുക്കാറാണ് പതിവ്. അപ്പൊ അതിലേക്ക് ഒന്നും പോവാതെ അധികം ലേറ്റ് ആവാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിന്റെ പുതിയ ബാച്ചുകൾ SSC CGL ഫ്രഷ് ബാച്ചുകൾ നമ്മുടെ 3 സെന്റേഴ്സുകൾ ഓഫ്ലൈൻ സെന്റേഴ്സുകളിൽ കണ്ണൂർ, തൃശൂർ, പാലക്കാട് റീജിയനുകളിൽ ഉടനെ തന്നെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിംഗ് തന്നെ വരുന്നുണ്ട് പുതിയ ബാച്ചുകള്. അതേപോലെ റെയിൽവേയുടെ പുതിയ ബാച്ചുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റിസൾട്ട് ഓറിയന്റഡ് ബാച്ച് ആണ്. നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1000+ ക്വാളിഫയേഴ്സ് ഉണ്ട് റെയിൽവേയിൽ, അതേപോലെ SSCയിലൊക്കെ നമുക്ക് ഒരുപാട് ക്വാളിഫയേഴ്സ് ഉണ്ട്. കുറെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് കൂടി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം. എന്തായാലും നിങ്ങൾ കോച്ചിങ്ങിന് പോവുകയാണെങ്കിലും പോകുന്നില്ലെങ്കിലും ഒരു ജോബ് സീക്കേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാംസ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം 17,000-ഓളം വേക്കൻസി, അതൊരു ടെന്റേറ്റീവ് വേക്കൻസിയാണ്. ഇനിയും ഒരുപാട് വേക്കൻസീസ് എന്ത് ചെയ്യാനുണ്ട്, കൂടാനുള്ള സാധ്യതകളുണ്ട്. സോ അധികം ലേറ്റ് ആവാതെ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സോ കൂടുതൽ ഡീറ്റെയിൽസിനും കോച്ചിങ്ങിനുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്താണോ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു.